ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ് കേട്ടോ ഇതും. പക്ഷേ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത് നമ്മൾ യാതൊരുവിധ തീരുമാനങ്ങളും ഇല്ലാതെ ഒറ്റ മൈൻഡിൽ ചാടി കയറി പുറപ്പെടുന്നൊരു യാത്രയാണ്. ബസ് ഇതാ പോകുന്നത് ഇപ്പം എൻ്റെ വീടിൻ്റെ മുമ്പ് കൂടിയാണ് കേട്ടോ. നമ്മൾ വയനാട്ടിലെത്തി. ഈങ്ങാപ്പുഴ നിന്നാണ് നമ്മൾ കയറിയത്. നമ്മൾ ചുണ്ടയിലേക്കാണ് കേട്ടോ പോകുന്നത്. അതും നമ്മൾ പ്രിയദർശിനി ബസ്സിൽ ഈങ്ങാപ്പുഴയായിട്ട് ചുണ്ട നമ്മളെത്തി. അങ്ങനെ ഈങ്ങാപ്പുഴ മുതൽ ചുണ്ടേരി വരെ നമ്മൾ പ്രിയദർശിനി ബസ്സിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ദൗത്യം പൂർത്തിയായി. ഇനി നാളത്തെ ദൗത്യം പൂർത്തിയാവും നമുക്ക് നോക്കാം. സമൂസ ചിക്കൻ അല്ലേ പ്രിയദർശിനി ബസ് കയറി. ചെറിയ മോളും നീ ഒന്ന് നയാ പൈസ അല്ലാണ്ട് ചുണ്ടയിലെത്തി. ചെറിയ മോളെ വക തന്നെ ചായ ഇന്നത്. ബസ്സിന് ഏതായാലും പൈസ അല്ലേലോ എന്നിട്ട് ചായ എന്ന് പറയുമ്പോളാ കൈക്കോട് ഒന്നും നോക്കിയില്ല. ചോളെ വി മിസ് യു ചോളെ. ചെറിയ മോള് കാടൻ മുട്ട തിന്നാണ്ട് എണീക്കില്ലാന്നുണ്ടായത് അവരിപ്പോൾ പുഴുങ്ങി ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ഇതാ ചായയൊക്കെ കുടിച്ച് റെഡി ആയി നിന്നപ്പോഴത്തേനും നമ്മളെ അളിയൻ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മളെ വലിയ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ചെറിയ മോളല്ല, കുഞ്ഞോൾത്താന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുമ്പ് വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞോൾത്താൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് മേപ്പാടിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അവിടെ കുറേ ബട്ടർ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശരിക്കും മൂത്തിട്ടില്ല. നമ്മൾ മൂക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ജ്യൂസ് അടിച്ചൊക്കെ കഴിക്കലുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഇതാ കുറച്ചുകൂടി ഈവനിങ് ആയപ്പോൾ നമ്മളിതാ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. തേയിലയിലൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ രാത്രിയായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണേ. അളിയന് കഞ്ഞി വിത്ത് ചമ്മന്തി, ഞങ്ങൾ മന്തി വിത്ത് ചമ്മന്തി. ചോളെ എൻ്റെ മന്തി പോയാ. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ ഉറക്കവും കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയിട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു ചായ തുടങ്ങുക. ഇവിടെ പിന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ ഭയങ്കര അടിപൊളി വ്യൂ ആയിക്കോട്ടോ. ആ ഫ്രണ്ടിൽ കാണുന്നത് ചെമ്പ്രമലയാണേ. അങ്ങനെ വീട് അളിയനെ ഏൽപ്പിച്ച് അളിയനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മളിതാ നമ്മളെ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അമ്മയും കുട്ടിമ്മയും കൽപ്പറ്റെത്തി ഞങ്ങളെ കാത്തിക്കണ്ട്. ഗവി പോട്ടോ നോക്കട്ടെ കാക്കണ്ടില്ലേ. അപ്പോൾ നമ്മൾ മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിൽ കാണട്ടോ ബസ്സിൽ കയറിയുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എന്തോ ഒരു മാരത്തോൺ നടക്കുന്നുണ്ട്. പോലീസുകാരാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ഓട്ടയിനും. അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ അത് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞ് തീർന്നില്ല. നമ്മളിന്ന് പ്രിയദർശിനി ബസ്സിൽ ഗുണ്ടിൽപേട്ട പോവാണ് കേട്ടോ. ലേഡീസ് ഓൺലി ട്രിപ്പാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫിതു മാത്രം എങ്ങനെ കുടുങ്ങിയെന്നാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ ഞായറാഴ്ച രാവിലത്തെ നമ്മളെ ആദ്യത്തെ പ്രിയദർശിനി ബസ് നമുക്ക് കിട്ടി. നമ്മൾ മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബത്തേരിക്ക് കിട്ടിയുള്ളത് പ്രിയദർശിനി ബസ്സാണ്. അങ്ങനെ ബത്തേരി വന്ന് നമ്മൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി. ഈ ഒരു ബസ്സിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. കാരണം നമ്മൾ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ. ഒരു ചായയും ബോയിൽഡ് എഗ്ഗും മാത്രമല്ലേ കഴിച്ചത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ തന്നെ നടന്ന് നമുക്ക് നല്ലൊരു ഹോട്ടൽ കിട്ടി. അവിടെ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ നമ്മളെ ഗുണ്ടിൽപേട്ട ബസ് നിർത്തുന്ന സ്റ്റോപ്പിലേക്ക് വന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഇതുവരെ കാറിലൊക്കെ പോയതാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കാണുന്നിടത്തൊക്കെ നിർത്തി ഇങ്ങനെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും നടക്കൂലല്ലോ. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കുട്ടികളൊക്കെ ഉള്ളതാണല്ലോ കൂടെ. നമ്മൾ വെള്ളവും സ്നാക്സ്, ലേസ്, അങ്ങനെ കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ചെറുതായിട്ട് തീരുമാനമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നേരെ ബത്തേരി ഗ്യാരേജിലേക്കാണ് കേട്ടോ പോയത്. ഗ്യാരേജിൽ പോയിട്ടാണ് നമ്മൾ ബസ് കയറിയുള്ളത്. അങ്ങനെ ഫൈനലി നമ്മളേത് ബസ്സിലാണ് ഇത്? അതെ, പ്രിയദർശിനിൻ്റെ ഗുണ്ടിൽപേട്ട് ബസ്സിലാണ് നമ്മളുള്ളത്. ഗുണ്ടിൽപേട്ട് ഞങ്ങൾ അവിടെ ബത്തേരി ടൗണിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മളോടൊരു കടക്കാരൻ പറഞ്ഞു നിങ്ങൾ ഗ്യാരേജിൽ പോയിക്കോളി, ആ ബസ് ഗ്യാരേജിൽ നിന്നാണ് എടുക്കുക, സീറ്റ് ഇട്ടാണെങ്കിൽ പറഞ്ഞു. ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്യാരേജിൽ വന്നപ്പോൾ ഇവിടെ ബസ് ഖാലിയായി കിടക്കുന്നു. ഞങ്ങൾ പോയി നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് നോക്കിയിരുന്ന് വെയിറ്റ് ചെയ്യണം. 9:30 ആകുമ്പോൾ ഇവിടെ നിൽക്കും.
അങ്ങനെ കൃത്യം 9:00 ഇതാ നമ്മുടെ ഡ്രൈവർ വന്ന് ബസ് എടുത്ത്. അപ്പോൾ നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണേ. നമ്മളെ ബസ്സിൻ്റെ ഈ ഒരു ഡ്രൈവറും കണ്ടക്ടറും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര കൂളായിട്ട് ഡ്രൈവ് ചെയ്ത് നമ്മളോടൊക്കെ സംസാരിച്ച് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗൗരവോ ദേഷ്യമോ സ്പീഡോ തിരക്കോ ഒന്നുമില്ലാതെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആദ്യമേ KSRTCയിൽ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു സമാധാനത്തിൽ നമുക്ക് ഇങ്ങനെ പോവുകയോ ഉറങ്ങി എൻജോയ് ചെയ്യുകയോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതാ ബസ്സിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഈ ഒരു അമ്മനെ കേട്ടോ. അമ്മ ഗുണ്ടിൽപേട്ടയിലേക്കാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഞാനും അമ്മയും ഭയങ്കര കമ്പനിയായിരുന്നു. ഞാൻ അല്ലെങ്കിലും ആരുടെടുത്തെങ്കിലും കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടും. ഈ ഒരു ഉറക്കം ഞാൻ വെറുതെ കണ്ണടിച്ചെടുത്താണ് കേട്ടോ. പക്ഷേ ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സമാധാനമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റും KSRTC ബസ്സും ഒക്കെ ഭയങ്കര വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഗുണ്ടിൽപേട്ട വരാൻ വേണ്ടിയിട്ട് പറ്റിയ സമയമാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സൺഫ്ലവറും കുറച്ച് ചെണ്ടുമല്ലിപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അധികമായിട്ടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വന്നാൽ കാണാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ബത്തേരിയിൽ നിന്ന് നമ്മൾ രാവിലെ 9:30 കേട്ടോ ബസ് കയറിയത്. കൃത്യം 10:50 നമ്മളിതാ ഗുണ്ടിൽപേട്ട എത്തിയിട്ടുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നാണല്ലേ നമ്മളിവിടെ എത്തിയത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മളെ അമ്മനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ പിരിയാണ്. ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കാണാൻ പറ്റട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മനെ. എനിക്ക് കണ്ടപ്പോൾ എൻ്റെ വലിയമ്മച്ചിനൊക്കെ ഓർമ്മ വന്നുപോയി. ഗുണ്ടിൽപേട്ട എത്തി. ഇനി നമ്മൾ ഹിമവത് ഗോപാൽ സ്വാമി പേട്ടയാണോ എന്നറിയില്ല, അടുത്തേക്കാണ് പോകുന്നത്. നമ്മൾ ബസ് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഗുണ്ടിൽപേട്ട വരെ നമ്മൾ ഒറ്റ പൈസ ഇല്ലാണ്ട് എത്തിയും കിട്ടും. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് പൈസയാണ്. ബസ് അവിടെ സ്റ്റാൻഡിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോ മണിക്കൂറും ഇടവിട്ടിട്ട് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. നല്ല രസമുള്ള സ്ഥലത്ത് കൂടിയാണ് കേട്ടോ നമ്മൾ പോവുക. അവിടെ എത്തിയപ്പം അവിടെ നമ്മൾ കാണുന്ന ക്യൂ ആണ് കേട്ടോ ഇത്. നമ്മളെ കണ്ണെത്താ ദൂരം പരന്ന് കിടക്കുന്ന ക്യൂ. നമ്മൾ ചെയ്ത ആകെ ഒരു മണ്ടത്തരെന്ന് പറയാൻ നമ്മൾ സൺഡേ വരാൻ പാടില്ലായിരുന്നു, ഏതെങ്കിലും ദിവസങ്ങളിൽ വേണ്ടിയും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ക്യൂ കണ്ടിട്ട് നമ്മൾ ഇവിടെ കയറുന്നില്ല നല്ലൊരു തീരുമാനത്തിലെത്തി. താഴോട്ട് അങ്ങോട്ടെങ്കിലും ഒരു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോകും. ഇവിടെ അങ്ങനെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ അതേപോലെ നമ്മൾ ഉള്ളിൽ പോയിട്ട് ക്യൂ ഒക്കെ ഉണ്ട് ബസ് കയറാം. നമ്മൾ അമ്പലവും മലയും ഒന്നും കാണാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കേട്ടോ. എല്ലാവരും കുറച്ച് ടയേർഡായിട്ട് നല്ല വെയിലും ചൂടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെയുള്ള ഈ ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് കാറ്റ് കൊണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ അവിടെ എന്തൊക്കെ അവരിങ്ങനെ പൂജയൊക്കെ നടത്തി പോയ പൂവും പഴമൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ആൽമരം ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര രസം. പഴുത്ത പുളി നമുക്ക് പുളി കൊണ്ട് തന്നിട്ടുള്ള ആ ഒരു കുട്ടികൾ മലയാളികളാണ് കേട്ടോ. അവരെന്തോ സ്റ്റുഡൻസാണ്. അവർ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ മലയാളികളാണെന്ന് കണ്ടപ്പോൾ നമുക്ക് പുളി കൊണ്ട് തന്നതാണ്. ഇത് ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നാണ്. അവരെന്നെ ആകെ കളിയാക്കിയിട്ട് അതൊരു വീഡിയോ ആക്കി മാറ്റിയതാണ്. പിന്നെ കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നപ്പോൾ തിരിച്ച് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. നമ്മൾ നേരെ അതിൽ കയറിയിട്ട് ഗുണ്ടിൽപേട്ട സ്റ്റാൻഡിൽ തന്നെ പോയി ഇറങ്ങിയിട്ടോ. ഇപ്പം പിന്നെ ഞാവലിൻ്റെ സീസണാണല്ലോ. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴേ ഈ ഞാവൽ കണ്ടിട്ടുണ്ട്. തിരിച്ച് വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് തിരിച്ച് വന്ന് അത് വാങ്ങിച്ച് കഴുകി ഇതാ കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടോ. നല്ല മധുരമുള്ള ഞാവൽ. ധർമ്മഗുരുവേ പിന്നെ നമുക്ക് ബത്തേരിക്ക് റിട്ടേൺ പോകാനുള്ള ബസ് കൃത്യം 1:30 സ്റ്റാൻഡിൽ വന്നിട്ടോ. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് നമ്മൾ 3:15 കൂടി ബത്തേരിയിലെത്തി. ബത്തേരി എത്തിയതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. നമ്മൾ ഗുണ്ടിൽപേട്ടന്ന് വേറെ ഒരു ഫുഡും വാങ്ങി കഴിച്ചില്ല. നമുക്ക് ആർക്കത് വലിയ താല്പര്യമില്ല. അപ്പം നമുക്ക് ഏതായാലും കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ബത്തേരി എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ എത്തി നല്ല അടിപൊളി ഒരു ലഞ്ചൊക്കെ കഴിച്ച് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മളങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും പോയി ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ലേഡീസ് ഓൺലി ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. വേറെ എങ്ങോട്ടെങ്കിലും ഓട്ടോയൊക്കെ വിളിച്ചു പോയാൽ നമ്മൾ പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് നമ്മൾ പിന്നെ റിസ്ക് എടുക്കാണ്ടുന്നത്. നമുക്ക് ഇനിയും വരാമല്ലോ, നമുക്ക് കുറച്ചുകൂടി ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമുക്ക് വരാമല്ലോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നാട്ടിലേക്കുള്ള ബസ്സിൽ കയറി. പെരിന്തൽമണ്ണ ബസ്സാണ് കേട്ടോ നമുക്ക് കിട്ടിയുള്ളത്. ബത്തേരി ഗ്യാരേജിൽ വന്നപ്പോൾ പെരിന്തൽമണ്ണക്കുള്ള ബസ്സുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങാപ്പോഴാണല്ലോ ഇറങ്ങേണ്ടത്. നമ്മൾ നേരെ അതിൽ കയറി. ഈ ഒരു ബസ്സിലുള്ള ഡ്രൈവറും കണ്ടക്ടറും ഒരു നല്ല പൊളിയുണ്ട്. നമ്മൾ കയറിയ ബസ്സിലൊക്കെ നല്ല അടിപൊളി ഡ്രൈവറും കണ്ടക്ടറുമാണ്. നല്ല നമ്മളെ ഭയങ്കര സപ്പോർട്ടായിട്ട് നല്ല പെരുമാറ്റമുള്ള ആളുകളായിരുന്നു കേട്ടോ.
പിന്നെ അതാ നമ്മുടെ വയനാട് ചുരത്തിലെത്തി. നല്ല അടിപൊളിയാണ്. പക്ഷേ ചുരത്തിലൊക്കെ നല്ല മഴയാണ് കേട്ടോ. വയനാട്ടിലേക്ക് ഇങ്ങോട്ട് കിടന്ന് നമ്മളൊരു വൈത്തിരിയൊക്കെ എത്തിയപ്പോൾ തുടങ്ങി മഴ പെയ്യാൻ. അതുവരെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ പിന്നെ എപ്പോഴും ഇങ്ങനെ ആണല്ലോ, ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയൊരു ബ്ലോക്കൊക്കെ കിട്ടി നമ്മൾ ചുരത്തിൽ. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നേരത്തെ വീട്ടിലെത്തിയതിനും ഒരു 6:30 ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തേണ്ടതായിരുന്നു. നമ്മൾ എത്തിയപ്പം 8 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പം ഈ ഒരു ചെറിയ ട്രിപ്പിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. ഇനിയും നല്ല അടിപൊളി ട്രാവൽ വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ.